ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ലെസൺ പീലീസ് വില്ലേജ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ക്ലാസ് എക്സ്പ്ലനേഷനും ക്ലാസ്സൊക്കെ നമ്മൾ എടുത്തതാണ്. ഇനി ബാക്കി അതിൻ്റെ നോട്ട്സും ബാക്കി ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ 5th പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. അപ്പോൾ എന്താണ് 4 ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി. അപ്പോൾ അതുപോലെ നമ്മളെയും പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ ആളായ നമ്മളെ കുറിച്ചിട്ട് എഴുതാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? മൈ നെയിം ഈസ്, കൂട്ടുകാരുടെ പേരെന്താണെന്ന് വെച്ചാൽ എഴുതാം. ഐ ലിവ് ഇൻ എ വില്ലേജ്, വില്ലേജിലാണെങ്കിൽ വില്ലേജ്, സിറ്റിയിലാണെങ്കിൽ സിറ്റി എന്ന് എഴുതാം. മൈ ഫാദർ ഈസ്, മൈ മദർ ഈസ്, ഐ ഹാവ് എ ബ്രദർ ഓർ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം കൂട്ടുകാർ എഴുതാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഫ്രം വിച്ച് സ്റ്റേറ്റ്സ് ഡു ഗസ്റ്റ് വർക്കേഴ്സ് കം ടു കേരള ആസ് ഫാമിലീസ്? എന്താണ്, ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് നമ്മുടെ കേരളത്തേക്ക് ഗസ്റ്റ് വർക്കേഴ്സ് ആയിട്ട് വരുന്നത്? ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ്? ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ട്രൈ ടു ക്രിയേറ്റ് an extended personal profile by adding your hobbies, leisure time activities, wishes and dreams along with the information you have already mentioned. അപ്പോൾ എന്താണ്, ഒരു പേഴ്സണൽ ഇൻഫോർമേഷൻ, ഒരു പേഴ്സണൽ പ്രൊഫൈൽ തയ്യാറാക്കാൻ നമുക്ക് ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം? മൈ ഹോബീസ് ആർ ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ്, ഓർ റീഡിങ് സ്റ്റോറീസ്, ലിസ്ണിങ് മ്യൂസിക്, പ്ലേയിങ് ക്രിക്കറ്റ്. അങ്ങനെ കൂട്ടുകാരുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ എഴുതാം. ദെൻ മൈ അംബീഷൻ ഈസ് ടു ബിക്കം എ, എന്താണ് കൂട്ടുകാരുടെ അംബീഷൻ എന്ന് വെച്ചാൽ അത് എഴുതാം. Then I like to travel, I love my parents, I am kind to all creatures, I love nature and protect it. അപ്പോൾ ഇതാണ് ഒരു പേഴ്സണൽ പ്രൊഫൈലിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. So our next question, aren't they also ready to travel with them? Don't you too have some concerns? Write your thoughts here. അപ്പോൾ എന്താണ്, അവിടെ ട്രാവൽ ചെയ്യുന്ന ഓരോരുത്തരുടെ കൺസേൺസും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂട്ടുകാരുടെ തോട്ട്സ് എഴുതാനും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. യെസ്, ഐ ആം വെരി എക്സൈറ്റഡ് ടു ഗോ. അപ്പോൾ ഞാൻ പോകാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം മൈ പാരൻസ്. അപ്പോൾ എന്താണ്, എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചു. മോം ഗേവ് മീ സ്നാക്സ് ടു ഹാവ് ഡ്യൂറിങ് ദ ട്രിപ്പ്. അപ്പോൾ എന്താ, ട്രിപ്പിൻ്റെ ഇടയിലുള്ള സ്നാക്സ് എനിക്ക് അമ്മയാണ് തന്നത്. ഷീ ഓൾസോ പാക്കഡ് സം ഫോർ മൈ ഫ്രണ്ട്സ് പീലി ആൻഡ് ഹർ ഫാമിലി. അപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മ കുറച്ച് ആർക്കൊക്കെയാണ്, എൻ്റെ ഫ്രണ്ട്സിനും ദെൻ പീലിക്കും പിന്നെ പീലിയുടെ ഫാമിലിയിലുള്ളവർക്കും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ തോട്ട്സ് എഴുതുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, next question, how did these friends become so close even when they hail from different backgrounds? Imagine the situation in which they became friends. അപ്പോൾ എന്താണ്, വെവ്വേറെ സിറ്റുവേഷനിൽ നിന്നും വെവ്വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന കുട്ടികളാണ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും നോക്കി നോക്കാം. These friends become so close because they liked spending time together and helping each other. അപ്പോൾ എന്താണ്, അവർക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ ക്ലോസ് ആവുന്നത്. ഓക്കെ, ഈവൻ ദോ ദേ കെയിം ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ദേ റെസ്പെക്റ്റഡ് ഈച്ച് അതർ, ട്രസ്റ്റഡ്, അണ്ടർസ്റ്റുഡ്, ആക്സെപ്റ്റഡ് ഈച്ച് അതർ ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് വെൽ. അപ്പോൾ അവർ വെവ്വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും അവർ ഓരോരുത്തരെ റെസ്പെക്റ്റ് ചെയ്യും, ട്രസ്റ്റ് ചെയ്യും, മനസ്സിലാക്കും, ദെൻ ആക്സെപ്റ്റ് ചെയ്യും, ദെൻ നന്നായി സംസാരിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അവർ ഫ്രണ്ട്സ് ആയത്. Now our next question, what will you take along with you for the trip? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ട്രിപ്പിന് പോകുമ്പോൾ കൊണ്ടുപോകുക? അപ്പോൾ കൂട്ടുകാർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വേണം എഴുതാനായിട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാഗ് എഴുതാം, ക്ലോത്ത്സ് എഴുതാം, ടൂത്ത് ബ്രഷ് എഴുതാം, ടൂത്ത് പേസ്റ്റ് എഴുതാം, സോപ്പ് എഴുതാം, സ്നാക്സ് എഴുതാം. അങ്ങനെ കൂട്ടുകാർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എഴുതാം. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഐ കാൺട്ട് വെയിറ്റ് ടു
to explore new places and have fun with my friends. അപ്പോൾ ഒരു എക്സാമ്പിളാണ് എന്തായിരിക്കും, I can't wait to explore new places. എനിക്ക് പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ വെയിറ്റ് ചെയ്യാനായിട്ട് വയ്യ. ആൻഡ് ഹാവ് ഫൺ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരുമായിട്ട് ഫൺ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. അപ്പോൾ എന്താണ്, പിന്നെ ഈ സാധനങ്ങളൊക്കെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർ വരച്ച് നോക്കുക. The next question, do you know travel song? Collect and present them as groups in class. Write down your favorite travel song below. അപ്പോൾ എന്താണ്, നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ആയിരുന്നു എന്ത്, ട്രാവൽ സോങ് എഴുതുക. ഓക്കെ, അപ്പോൾ 2 സോങ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. We are on the road again. Let's sing and play. Adventures waiting for us today. With every turn a new surprise. We will see the world through happy eyes. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സോങ്. ദെൻ സെക്കൻഡ് സോങ് എന്താ, ഇറ്റ്സ് അഡ്വഞ്ചേഴ്സ് ടൈം. ലെറ്റ്സ് pack our bags, grab our maps and travel and fun travel tags. From the jungle to the sandy shore, every place is fun to explore. Okay, the next question, there is Peely. I have been waiting here for a long time. Why are you so late? അപ്പോൾ എന്താണ്, പീലിയുടെ ഫ്രണ്ട്സും കൂടി കണ്ടുമുട്ടിയ ആ ഭാഗമാണ്. റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. അപ്പോൾ പീലിക്ക് ഒരു റെസ്പോൺസ് കൊടുക്കാനുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന ചോദ്യത്തിന്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റിയാണ്. വി വെർ ലേറ്റ് ബിക്കോസ് വി ഗോട്ട് ലോസ്റ്റ് ഇൻ ദ ചാർമിംഗ് ബ്യൂട്ടി ഓഫ് യുവർ വില്ലേജ്, പോണ്ട്സ്, റിവർ, പാഡി ഫീൽഡ്സ് ആൻഡ് ഹിൽസ്. അപ്പോൾ എന്താണ്, ഇവിടുത്തെ പാഡി ഫീൽഡ്സും അതുപോലെ പോണ്ടും റിവറും ഒക്കെ കണ്ടിട്ടാണ് ലേറ്റ് ആയതെന്ന് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ അബൌട്ട് പീലീസ് വില്ലേജ്? പീലീസ് വില്ലേജിനെ കുറിച്ചിട്ടുള്ള കൂട്ടുകാരുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ദ വില്ലേജ് വിൽ ബി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ വില്ലേജ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും. ദ വിൽ ബി റിവേഴ്സ്, സ്ട്രീംസ്, ഫീൽഡ്സ് ആൻഡ് ഹിൽസ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും, റിവേഴ്സ് ഉണ്ടായിരിക്കും, സ്ട്രീംസ് ഉണ്ടായിരിക്കും, ഫീൽഡ്സ് ഉണ്ടായിരിക്കും, ഹിൽസ് ഉണ്ടായിരിക്കും. ദ വിൽ be no traffic. അപ്പോൾ ട്രാഫിക് ഉണ്ടായിരിക്കില്ല. the people will be very nice and friendly. അപ്പോൾ പീപ്പിളൊക്കെ എന്താണ്, വെരി നൈസും ഫ്രണ്ട്ലി ആയിരിക്കും. The next question, Shavir interview Peely's father, prepare a questionnaire for that. അപ്പോൾ എന്താണ്, പീലിയുടെ അച്ഛനെ കണ്ടപ്പോൾ പീലിയുടെ അച്ഛനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ഹൗ ഡു യു കുക്ക് സച്ച് എ ഡെലീഷ്യസ് ഫിഷ് കറി? അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കിയത്? വാട്ട് ക്രോപ്സ് ഓർ ആനിമൽസ് ഡു യു റേസ്? ഹൗ ഡു യു പ്രൊട്ടക്ട് യുവർ ക്രോപ്സ് ഫ്രം പെസ്റ്റ്? ഹൗ ഡു യു സെൽ യുവർ പ്രോഡക്ട്സ്? വാട്ട് advice would you give to the young generation? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പീലിയുടെ അച്ഛനോട് ചോദിക്കാനായിട്ട് പറ്റും. Our next question, why would have Vicky and Appu said 2 different opinions about the same city? അപ്പോൾ എന്താണ്, വിക്കിയും അപ്പും സിറ്റീനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വിക്കി ആൻഡ് അപ്പു had different opinions about the same city because their experiences were ഡിഫറെൻ്റ്. അപ്പോൾ എന്തായിരുന്നു, അവരുടെ 2 പേരുടെയും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരുന്നു, വ്യത്യസ്തമായിരുന്നു. വിക്കി പ്രിഫേഴ്സ് ദ സിറ്റി ബിക്കോസ് ഫോർ ഹിം ഇറ്റ് ഓഫേഴ്സ് മോർ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് സച്ച് ആസ് ഗുഡ് നെറ്റ്വർക്ക് കവറേജ്, വൈഫൈ കണക്ടിവിറ്റി ആൻഡ് ഗെയിംസ്. അപ്പോൾ എന്തായിരുന്നു, വിക്കിക്ക് സിറ്റി ലൈഫ് പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ്, കുറച്ചും കൂടി എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിരുന്നു വിക്കിക്ക്. നല്ല നെറ്റ്വർക്ക് കവറേജും വൈഫൈ കണക്ടിവിറ്റിയും ഗെയിംസും ഒക്കെ കഴിക്കാൻ പറ്റിയിരുന്നു. ബട്ട് അപ്പു ഫൈൻഡ്സ് ദ വില്ലേജ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. പക്ഷെ അപ്പുവിന് അങ്ങനെ ആയിരുന്നില്ല, വില്ലേജ് ആയിരുന്നു ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഫോർ ഹിം ഇറ്റ് ഓഫേഴ്സ് എ മോർ പീസ്ഫുൾ, ബ്യൂട്ടിഫുൾ ആൻഡ് കാം എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പുവിന് വില്ലേജ് ആയിരുന്നു ഒന്നും കൂടിയും പീസ്ഫുള്ളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളും അതുപോലെ തന്നെ ഒരു കാം എൻവയോൺമെൻറ്റും ഒക്കെ കൊടുത്തിരുന്നത്? അതുകൊണ്ട് അപ്പു എന്തായിരുന്നു, വില്ലേജ് ആയിരുന്നു മോർ ഇൻട്രസ്റ്റിംഗ്. Next question, there are weekly, regular and evening markets in your locality, right? Visit a market with your elders, observe the activities there and prepare notes. അപ്പോൾ എന്താണ്, ഒരു മാർക്കറ്റിലേക്ക് പോയിട്ട് കൂട്ടുകാരോട് നോട്ട്സ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ്, വീക്ക്ലി മാർക്കറ്റ്സ് ആർ കോമൺ ഇൻ വില്ലേജസ് കെയിം ഹിയർ ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അപ്പോൾ വീക്ക്ലി മാർക്കറ്റ്സ് ഇവിടെ കോമൺ ആണ്. വില്ലേജസ് എന്ത് ചെയ്യും, വന്നിട്ട് സാധനങ്ങൾ വിൽക്കും, മേടിക്കുകയൊക്കെ
വർക്ക് ചെയ്യും. ഗുഡ്സ് സച്ച് ആസ് ഗ്രെയിൻസ്, സ്പൈസസ്, ഹാൻഡ്മെയ്ഡ് ക്രാഫ്റ്റ്, ക്ലോത്ത്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആർ അവൈലബിൾ ഇൻ സച്ച് മാർക്കറ്റ്സ്. അപ്പോൾ ഇത്തരം ഐറ്റംസ് ഒക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റിൽ ഉണ്ടാവുക. ഫാമേഴ്സ് ഓൾസോ ബ്രിങ് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഡയറി പ്രോഡക്ട്സ് ടു സെൽ. അപ്പോൾ ഫാമേഴ്സ് എന്തൊക്കെയാണ് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറി പ്രോഡക്ട്സും ഒക്കെ വിൽക്കാനായിട്ട് കൊണ്ടുവരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫ്രണ്ട്സ് ഹു വിസിറ്റഡ് പീലീസ് വില്ലേജ് വിത്ത് യു ഹാവ് ഷെയർ ദെയർ ഒപ്പീനിയൻ. ഡോണ്ട് യു ഓൾസോ ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്? റൈറ്റ് ഹൗ ദ സൈറ്റ്സ് ഓഫ് ദ വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു. അപ്പോൾ എന്താണ് പീലിയുടെ വില്ലേജിലേക്ക് പോയ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്തു? അവരുടേതായ ഒപ്പീനിയൻ ഷെയർ ചെയ്തു. അപ്പോൾ അതുപോലത്തെ ഒരു ഒപ്പീനിയൻ നമ്മളോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പീലീസ് വില്ലേജ് ഈസ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ പീലിയുടെ വില്ലേജ് ഭയങ്കര കാമും ബ്യൂട്ടിഫുള്ളുമാണ്. ദർ ആർ മെനി പോണ്ട്സ്, ചിൽഡ്രൻ ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്സ്. അപ്പോൾ എന്താണ്? കുളങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾ നീന്താനൊക്കെ ഈ കുളത്തിൽ നിന്നാണ് പഠിക്കുക. ദർ ആർ മെനി പാഡി ഫീൽഡ്സ്, ബൾ സർഫിംഗ് കോമ്പറ്റീഷൻ ആർ ഹെൽഡ് ഇൻ ദീസ് ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലോഗ്ഡ് സെക്കൻഡ് ക്രോപ്സ് ആഫ്റ്റർ ഹാർവസ്റ്റ്. അപ്പോൾ എന്താണ്? പാഡി ഫീൽഡ്സ് ഉണ്ട്, അവിടെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കാറുണ്ട്. ദർ ആർ different kinds of festivals. There are weekly markets to buy and sell the locally produced goods. അപ്പോൾ എന്താണ്? മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഗുഡ്സ് വിൽക്കാനൊക്കെ ആയിട്ട്. These sides of Pili's village was a good experience for me and my friends. We really enjoyed the beautiful and peaceful of the village. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്താ നമ്മുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Then our last question, these children have corrected their preconceived notions, haven't they? അപ്പോൾ എന്തായിരുന്നു? അവർ മുന്നേ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർ തിരുത്തി. You too have traveled through Pili's village. What are the new pieces of information you gained during this journey? Share your experience with your friends. അപ്പോൾ എന്താണ്? ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇവർ തിരുത്തിയല്ലേ വില്ലേജിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളും പീലിയുടെ വില്ലേജിലേക്ക് പോയതാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെന്തൊക്കെയെന്നാണ് ആ എക്സ്പീരിയൻസ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. വില്ലേജ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സിറ്റി. അപ്പോൾ എന്താണ്? പീലിയുടെ വില്ലേജിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായി സിറ്റിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് വില്ലേജാണ്. ദ വില്ലേജ് ഈസ് ബ്ലെസ്ഡ് വിത്ത് ക്ലീൻ വാട്ടർ, ക്ലീൻ എയർ ആൻഡ് ക്ലീൻ സറൗണ്ടിങ്സ്. അപ്പോൾ എന്തായിരുന്നു? അവിടെ ക്ലീൻ വാട്ടറും ക്ലീൻ എയറും ക്ലീൻ സറൗണ്ടിങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ എന്താണ്? മോസ്റ്റ് പീപ്പിൾ ആർ ഫാമേഴ്സ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും കർഷകരായിരുന്നു. ദർ ആർ മെനി ഫെസ്റ്റിവൽസ്, ദേ സെലിബ്രേറ്റഡ് ഓൾ ഫെസ്റ്റിവൽസ് ടുഗെദർ. അപ്പോൾ എന്താണ്? ഒരുപാട് ഫെസ്റ്റിവൽസ് അവിടെ ഉണ്ടാവാറുണ്ട്. അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കാറ്. പീപ്പിൾ ക്യാൻ ലീവ് ഹാപ്പിലി ഈവൻ വിത്തൗട്ട് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ ഫോൺ. അപ്പോൾ എന്താണ്? അവിടുത്തെ ജനങ്ങൾക്ക് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒന്നുമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയിരുന്നു. ദർ ആർ മെനി പ്ലേ ഗ്രൗണ്ട്സ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൻ ടു പ്ലേ ഇൻ ദ വില്ലേജ്. അപ്പോൾ എന്താണ്? കുറേ പ്ലേ ഗ്രൗണ്ടും പിന്നെ ബാക്കി കുറേ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ട്സ്, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. Thanks for watching.